ഹലോ ഫ്രണ്ട്സ്, വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കുമ്പളങ്ങ എടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു വേവിക്കാൻ പാകത്തിന് ഒരു പാത്രത്തിലേക്ക് ചരുവത്തിലേക്കൊക്കെ മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ അരിഞ്ഞ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്കൊന്ന് വേവിക്കാനായിട്ട് ഒരടപ്പെടുത്ത് അടച്ചു വെച്ച് കൊടുക്കാം. വേവിക്കാൻ വെച്ചപ്പോഴാണ് ഓർത്തത് എന്തിനാ ഇത്രയും ഗ്യാസ് കളയുന്നത്, എന്നെങ്കിൽ ഇത് കുക്കറിൽ വെച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 2 വിസിലടിക്കുമ്പം തന്നെ നല്ലതായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിടുക. കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഉള്ളി നല്ല രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, ഒരു നുള്ളി ജീരകം, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഈ അരപ്പ് കടു പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമല്ലോ, ആ സമയത്ത് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഇട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് ചൂടായി ഒന്ന് ചെറിയ തിളയൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതുമായ കുമ്പളങ്ങ വെച്ചുള്ള ഒഴിച്ചുകറി ഇവിടെ തയ്യാറായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, താങ്ക് യു.